വാക്യമായി. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെയും നീ മുടിച്ചു കളയണം. നിനക്ക് അവരോട് കനിവ് തോന്നരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്. അത് നിനക്ക് കണിയായി തീരും. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ. അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയീമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം. മതി, നീ നല്ലവണ്ണം ഓർക്കണം. നമുക്ക് അല്പസമയം എല്ലാ ദൈവമക്കളൊന്ന് മുഴങ്കാൽ മടക്കിയിരുന്നാട്ടെ. നമ്മുടെ ഈ ശ്വാസയാത്ര ആരംഭിച്ച നാൾ മുതൽ ഇടുങ്ങിയ അവസ്ഥയിലായിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് വിശാലതയിലേക്ക് കൊണ്ടുവന്നു. കഷ്ടത്തിലായിരുന്ന നമ്മെ ദൈവം വിടുവിച്ചു. പാരമ്പര്യ ബന്ധനത്തിലായിരുന്ന നമ്മെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നു. കർത്താവ് അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ജാതികളെ എപ്രകാരം ഞാൻ തരണം ചെയ്യും എന്ന് നീ അതിനെ ഓർത്ത് ഭാരപ്പെടുമെങ്കിൽ, മിസ്രൈമ്യ ജാതികളോട് ഞാൻ ചെയ്തത് നീ നല്ലവണ്ണം ഒന്ന് ഓർക്കണമെന്നാണ്. ഓർക്കുമ്പോൾ മിസ്രൈമ്യർക്ക് ചെയ്തതുപോലെ നിന്നോട് എതിർത്തുകൊണ്ടിരിക്കുന്ന ദുർശക്തികളോടും ഞാൻ ചെയ്യും എന്നുള്ളത് ഒരു വാഗ്ദത്തമാണ്. ദൈവമക്കൾ കണ്ണുകൾ അടച്ച് ഈ ജീവിതയാത്രയിലെ ദൈവം നമ്മെ നടത്തിയ വിധം ഒന്ന് ഓർക്കാമോ? ഒരു കാലത്ത് ഞാൻ രോഗിയായിരുന്നു. എന്റെ ദൈവം ആ രോഗക്കിടക്ക് എനിക്ക് മാറ്റി തന്നു. എന്റെ കുടുംബം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുമായിരുന്നു. അതിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച് കൊണ്ടുവന്നു. ഞാൻ വളരെ കഷ്ടതയിലായിരുന്നു. ഞാൻ നിന്ന് അനുഭവിച്ചു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ എന്റെ ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നു. എത്ര പേർക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടെന്ന് ഓർക്കാമോ? ഞാൻ വളരെ ബലഹീനപ്പെട്ട് ക്ഷീണിതനായിരുന്നു. പക്ഷെ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഓർക്കാമോ? ഇത് നമുക്കൊരു വാഗ്ദത്തമായി കർത്താവ് തരികയാണ്. മോശയോട് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാം വാക്യങ്ങളിൽ വരുമ്പോൾ ഇപ്രകാരം പറയുന്നു: നീ എനിക്ക് സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥാനത്തും നിന്റെ അടുക്കൽ ഞാൻ വരും. വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആ കർത്താവ് ഇപ്പോൾ അടയ്ക്കാമോ? കണ്ണുകളടച്ച് ഒന്ന് ഓർക്കാമോ? ഏതെങ്കിലും ദൈവം നിനക്ക് ചെയ്തിട്ടുള്ള ആത്മീയ ഭൗമിക നന്മകൾ, നിന്നെ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന ഒരു നന്മ നിന്റെ സ്മരണയിൽ നീ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നിന്റെ അടുക്കൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ഒന്ന് ഓർക്കാമോ? ഇപ്പോൾ നമ്മുടെ മനസ്സ് വേറൊരു ചിന്തകളിലേക്ക് പോകരുത്. ഞാൻ ഒരു കാലത്ത് കടൻ ഭാരത്താൽ കഷ്ടപ്പെടുമായിരുന്നു. ഒരു കാലത്ത് എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ ദൈവം സകലത്തിൽ നിന്നും എന്നെ വിടുവിച്ച് തന്റെ ഉള്ളംകരത്തിൽ എന്നെ വച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് മൗനമായി ഇരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ! യുദ്ധത്തിൽ നമുക്ക് ജയം തരുവാൻ കർത്താവ് ഈ ഒരു വാഗ്ദത്തം തരികയാണ്. അതേ യുദ്ധത്തിൽ ഇപ്പോൾ ഇന്ന് രാത്രിയിലും നമ്മുടെ മനസ്സിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ ശാസിക്കുവാനുള്ള ഒരു മുഖാന്തരം ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ നീ ഓർക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ! ആരും കണ്ണുകളെ തുറക്കണ്ട. ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലേ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് ആ യുദ്ധ താഴ്വരയിൽ വന്നപ്പോൾ അവൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഇപ്രകാരം പറയുന്നു: ചിലർ ഗോലിയാത്ത് യുദ്ധാഭ്യാസം ഉള്ളവനാണ്, അവന്റെ അടുക്കൽ പോകരുതെന്ന് അവനെ ഭയപ്പെടുത്തിയപ്പോൾ ദാവീദ് പറയുന്ന ഒരു വാചകമുണ്ട്: ഒരിക്കൽ ഒരു കരടി, ഒരിക്കൽ ഒരു സിംഹം, ഇത് എനിക്ക് നേരെ വന്നപ്പോൾ ഞാൻ അതിനെ തരണം ചെയ്ത് അതിൽ ഒന്നുപോലെ ആയിരിക്കും ഈ പ്രശ്നം. ദൈവമക്കളെ, മുൻപ് ഒരിക്കൽ നീ പ്രതികൂലത്തെ തരണം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ സാമർഥ്യം കൊണ്ടല്ല, എന്റെ ദൈവമാണ് എന്നെ ബലപ്പെടുത്തി കൊണ്ടുവന്നതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് യെരിക്കോ മതിലായാലും ശരി, അത് ഗോലിയാത്തിന്റെ ശക്തിയായാലും ശരി, അതിനെ തരണം ചെയ്യുവാൻ സ്വർഗീയ പിതാവിന്റെ കരം നിനക്ക് നേരെ
നീട്ടപ്പെട്ടിരിക്കുകയാണ്. അതേ, അവസാനം ഇരിക്കുന്ന ആരും ഉറങ്ങിപ്പോകരുത്. നിന്നെ ദൈവം പുലർത്തിയതും നിന്നെ നടത്തിയതുമായ നല്ല ദാനങ്ങൾ ഇപ്പോൾ നീ സ്മരണയിൽ കൊണ്ടുവരുമ്പോൾ ഒരു അഭിഷേകം നിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. ഒന്ന് വായി തുറക്കാമോ? നീ ഇരിക്കുന്ന ഇടത്തിൽ വലം കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ടെ, എന്നെ വിശാലതയിലേക്ക് വരുത്തിയത് നീയാണ് പച്ച. എന്റെ സന്തതികൾ മുടിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവരെ കര കയറ്റിയത് അങ്ങയുടെ സാന്നിധ്യമാണ്. വായി തുറന്ന് പറയാമോ? ഈ പോർക്കളത്തിൽ ഞാൻ ജയത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്റെ മിടുക്കല്ല, അത് ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത് നിമിത്തം മാത്രമെന്ന് നീ സമ്മതിച്ചു കൊടുത്താട്ടെ. നീ വായി തുറന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഒരു അഭിഷേകം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അഭിഷേകം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അഭിഷേകം ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, ബാബിലോണിൽ രാജാവ് ഭക്തന്മാർക്ക് വിരോധമായി ഭക്തന്മാരെ എരിയുന്ന കത്തുന്ന തീയിൽ കൊണ്ടിടുവാൻ അടുത്തുകൊണ്ട് നിർത്തി. അവരുടെ വായിൽ നിന്നും ഈ വാക്കാണ് പുറപ്പെടുന്നത്, ഞങ്ങൾ ആരാധിച്ചു വരുന്ന ദൈവം. അവർ ഓർക്കുകയാണ്, ഞങ്ങൾ ഒരു ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിലെ നിനക്ക് പറയുവാൻ കഴിയട്ടെ, ഹിമാലയം പോലെയും അതേ എരിക്കോ മതില് പോലെയും നിന്റെ മുൻപിൽ ഇന്ന് രാത്രി നീ വലിയ പ്രതികൂലങ്ങളിലൂടെ ഇവിടെ വന്നതായിരിക്കും. ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനയിൽ നമ്മുടെ ദൈവം നിനക്ക് വേണ്ടി ജയക്കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. നീ വായ് തുറന്ന് പറയാമോ, എന്റെ ദൈവമേ, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എനിക്ക് നേരെ ഒരുങ്ങി നിൽക്കുന്ന ഈ ദുഷ്ടാത്വ സൈന്യത്തോടെ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജയം പ്രാപിക്കും. ഞാൻ ജയം പ്രാപിക്കും. ഞാൻ ജയത്തോടെ മടങ്ങിപ്പോകും എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്തെ തേടി ഇതാ ഒരു അഭിഷേകം വരികയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, എല്ലാവരും ദയമായി 2 മിനിറ്റ് മുഴങ്കാല ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വലങ്കയ്യെ ഉയർത്തിയിട്ട്, ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ 3 മേഖലകളിൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമത്, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഉപജീവന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്, നിന്റെ ആത്മീയ മേഖലകളിൽ മുൻപ് നാം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോ ദൈവം നമ്മെ ജയാളികളായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതിന്റെ ശരീരത്തിൽ നീ ബലഹീനനായിരുന്നാലും രോഗിയായിരുന്നാലും ദൈവത്തിന്റെ കരം നിന്നെ പുഷ്ടിപ്പെടുത്തി നിന്നെ മുൻപോട്ട് നടത്തുകയാണ്. ഇത് നീ ഓർക്കുവാൻ കഴിയുമെങ്കിൽ വലങ്കൈ ഉയർത്തിട്ട് അല്പമായി നിന്റെ വായിൽ ഏറ്റു പറഞ്ഞാട്ടെ, അപ്പാ, ഈ നന്മകളെല്ലാം ചെയ്തത് അങ്ങാണ്. അപ്പാ, എന്റെ ബിസിനസ് ഉയർത്തി കൊണ്ടുവരുവാൻ സഹായിച്ചത് അങ്ങാണ്. അപ്പാ, എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിൽക്കുന്നത് അവിടുത്തെ മഹാ കരുണയാണ്. വായ് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വാസ്തവമായി നിങ്ങൾ ആരും ഉറങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് നീ കൊണ്ടുവന്ന ഭാരം അത് വലിയ പർവ്വതമായിരിക്കട്ടെ, അത് സമഭൂമിയായി മാറ്റപ്പെടും. യുദ്ധം അവസാനിക്കുവാൻ പോകുകയാണ്. ഉറങ്ങരുതാരും. ഇതാ ദൈവ സാന്നിധ്യം എല്ലാവരുമേലും പകർന്നുകൊണ്ടിരിക്കുകയാണ്. നീ കണ്ടുകൊണ്ടിരുന്ന മിസ്രൈമിനെ ഇനി നീ കാണുകയില്ല. നീ ഓർത്തപ്പോൾ വാഗ്ദത്ത പ്രകാരം ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇതാ ഒരു അഗ്നിയായി ഇറങ്ങുകയാണ്. ഒരു അഗ്നിയായി ഇറങ്ങുകയാണ്. ഒരു തീയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീ ചിലരെ തൊടുകയാണ്. ഒരു അഗ്നി ചിലരെ തൊടുകയാണ്. ആമേൻ, 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 ആമേൻ. 1000 1000 നാവുകളാലത് 1000 1000 നാവുകളാലത് വർണ്ണിപ്പതിനെഴുതൂ. 10,000 ചൊല്ലിടുവാൻ പാരിന സാധ്യമോ. 10,000 ചൊല്ലിടുവാൻ പാരിന സാധ്യമോ. 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതൂ.
ദൈവമക്കളെ, പല യുദ്ധങ്ങളെയും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അപ്പച്ചൻ പറഞ്ഞതുപോലെ പല യുദ്ധങ്ങളെയും വിശുദ്ധന്മാർ ജയിച്ചത് ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ മറക്കാതെ അവർ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ മാത്രമേ അടുത്ത യുദ്ധത്തിൽ ദൈവം നമുക്ക് ജയം തരികയാണ്. നാം ഓർക്കാതിരുന്നാൽ നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകും. ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഓർമ്മ വരാതിരിക്കും, ഒരു കൃപ ലഭിക്കാതിരിക്കും. ആ സമയത്ത് എൻ്റെ പൂർവ്വകാലത്തെ ഞാൻ ഓർക്കും, ഓർത്തിരുന്ന് കരയും. നാരിനാറ്റം വെച്ച അവസ്ഥയിലായിരുന്ന എന്നെ ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കൊണ്ടുവന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അടുത്തത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ശക്തനായി മാറ്റപ്പെടുകയാണ്. ദൈവമക്കളോട് പറയട്ടെ, 24 മണിനേരവും ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുമെങ്കിൽ ദൈവം നമ്മുടെ യുദ്ധങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ജയം തരും. വിശ്വാസമുള്ള ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ കൂട്ടം ഇന്ന് 5 മണിക്ക് കൂട്ടം കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് പോകും. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഉണർത്തണമെങ്കിൽ എല്ലാ രാത്രി ഇതുപോലെ പ്രാർത്ഥന വെച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യമല്ല. എല്ലാവർക്കും ജോലിയുണ്ട്. പക്ഷേ ഒരു അഭിഷേകം നമുക്ക് കിട്ടിയാൽ എല്ലായ്പ്പോഴും ഒരു ഉണർവോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ രാത്രിയിലെ ദൈവം നമുക്ക് ചില ശുശ്രൂഷകൾ ദൈവം തരുവാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരിൽ നമ്മൾ കേട്ടതാണ്. ഒന്ന് മോശെ മലയുടെ മുകളിൽ വടി പിടിച്ച് നിൽപ്പുണ്ട്. മോശയുടെ ഇടത്ത് വലത്ത് ഭാഗത്ത് സഹായികൾ 2 പേരുണ്ട്. എന്നാൽ എതിരേറ്റ് വരുന്ന ശത്രുവിനെ തരണം ചെയ്യുവാൻ യോശുവയും കൂട്ടം പുറപ്പെട്ടുപോയി. നമ്മുടെ സഭയിലെ മുൻപിൽ വിശുദ്ധന്മാർ നിൽപ്പുണ്ട്, സഹായികളായി ഞങ്ങൾ നിൽപ്പുണ്ട്. പക്ഷെ ഇന്ന് പൽക്കാലം ഈ രാത്രിയിൽ എനിക്ക് ഒരു അബ്രഹാമിനൊക്കെ ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സന്തതിയെ പ്രകാരം അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വാക്യമുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷെ ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നമ്മെ കർത്താവ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് ദൈവമക്കൾ കേൾക്കണം. സമാഗമന കൂടാരത്തിൽ വരുമ്പോൾ പ്രാകാരത്തിൽ വെളിച്ചം കൊടുക്കുവാൻ ഒരു കത്തുന്ന തീ, ആ യാഗപീഠത്തിൽ കത്തുന്ന തീ മാത്രമേ ഉള്ളൂ. അതുപോലെ വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കൊടുക്കുവാൻ നിലവിളക്ക് മാത്രമേ ഉള്ളൂ. അതിവിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കൊടുക്കുവാൻ ദൈവ തേജസ്സുണ്ട്. ഇതുപോലെ നമ്മുടെ സഭകളിൽ സഭയ്ക്ക് വിരോധമായി ഉണ്ടാകുന്ന പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ ചില ദൈവമക്കളെല്ലാം ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ തലമുറകളെയും സാത്താൻ കവർന്നെടുക്കാതെ വണ്ണം ഉണർവോടെ പോരാടി യുദ്ധം ചെയ്ത് അവരെ ദൈവസന്നിധിയിൽ നിർത്താനുള്ള അഭിഷേകം പലർക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സന്തതികളെ സാത്താൻ ഈ നാളുകളിൽ കാർന്ന് തിന്നുകയാണ്. പലരെയും പിടിച്ചു കൊണ്ടുപോയി. നമ്മുടെ ജോസാൻ ആദ്യം പറഞ്ഞപ്പോഴേ നമ്മുടെ തലമുറകൾ ദൈവം തന്ന ദാനമാണ്. ഇതിനെ സാത്താൻ വശീകരിച്ചെടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ എവിടെയോ ഉറക്കത്തിലിരിക്കുകയാണ്. കേട്ടുകൊള്ളണേ, നമ്മൾ എവിടെയോ ഉറക്കത്തിലിരിക്കുകയാണ്. ഒരിക്കലേ നമ്മുടെ ബഹുമാനപ്പെട്ട ടി തോമസ് അപ്പച്ചൻ പറയുകയാണോ, ലോകം ഇരുട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, സഭ വെളിച്ചത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഞാനിത് പറയുമ്പോൾ ഹൃദയം ഉണർത്തപ്പെടുന്നു? എനിക്ക് ഒരു യുദ്ധ സേവ ചെയ്യണം. ഭക്തനായ യോബ് പറയുകയാണോ, 7-ാം അധ്യായം, മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? നമുക്കൊരു യുദ്ധസേവ ദൈവം തന്നിട്ടുണ്ട്. പൗലോസ് തന്റെ നാളുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുകയാണോ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതേ പാതയെ തന്നെ അനുഗമിക്കുന്ന അപ്പോസ്തലനായ തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ വിശ്വാസത്തിൽ നല്ലപോർ പൊരുതുക. ഒരു പൊരുതി ജയമെടുപ്പാനും നമ്മുടെ വിശ്വാസികളെ ദൈവസന്നിധിയിൽ ഇരുത്തുവാനും നമ്മുടെ സന്തതികളെല്ലാം ദൈവസന്നിധിയിൽ നിർത്തുവാനും ദൈവം നമ്മുടെ കയ്യിൽ ഒരു ആയുധവും അതിൻ്റെ അഭിഷേകവും പോരാടുവാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ യുദ്ധകളത്തിൽ നിൽക്കുവാനുള്ള ഒരു അഭിഷേകവും ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ചെയ്യാതിരുന്നാൽ അത് തന്നെയാണ് നമ്മുടെ പരാജയം. ദൈവമക്കൾ ശ്രദ്ധിച്ചുകൊള്ളണം. ഈ രാത്രിയിലെ ഈ ശുശ്രൂഷയെ ദൈവം പുതുക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആനന്ദപ്പള്ളിന് ഒരു സഭയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ സുവിശേഷകം അടുത്ത് വരികയാണോ, ഞാൻ അതിനു മുമ്പേ ഒരു 4-5 ദിവസത്തിന് മുമ്പ് പനിയായി കിടപ്പിലായിപ്പോയി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു അച്ഛൻ അവിടെ മക്കളുടെ അടുത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വരവോടെ
അതിരാവിലെ 5 മണി എൻ്റെ റൂമിലേക്ക് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് ഒന്ന് നെക്കി ഇങ്ങനെ അല്പസമയം നെക്കിയിട്ട് എൻ്റെ അടുത്തിരുന്ന് ഒരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ 3 ദിവസം തലപൊക്കാതെ കിടക്കുകയാണ്. ഒറ്റ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവം പ്രാർത്ഥിച്ചിട്ട് വണ്ടി കയറി വീട്ടിലേക്ക് പോയി. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ പനി എല്ലാം മാറി. ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശരി തന്നെയാണ്. പക്ഷെ വിശുദ്ധന്മാർക്ക് അവർ ബലഹീനപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗം, നീ ഒരു അനുഗ്രഹമായി ഇരിക്കുമെന്നുള്ള ഒരു അഭിഷേകം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ അഭിഷേകത്തെ പുതുക്കിയിട്ട് നിങ്ങൾ വീടുകളിലേക്ക് പോയി നോക്കിക്കേ, നിന്റെ തലമുറ നിന്റെ കൈവിട്ട് പോകുകയില്ല. നീ എവിടെയോ ഉറങ്ങുവാൻ ആരംഭിച്ചപ്പോൾ നിന്റെ തലമുറയെ സാത്താൻ എടുക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുട്ടുമടക്കിയിരിക്കാമോ? നമുക്കൊരു ശുശ്രൂഷ തരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു സഭാ ശുശ്രൂഷകൻ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ഥലത്തിലേക്ക്, അതൊരു പ്രദേശത്തിലുള്ള ഒരു സ്ഥലത്തോട് അടുത്തുള്ള ഒരു ഫെയ്ത്ത് ഹോമിലേക്ക് പോയി. താൻ ഭാരപ്പെട്ട് ആ ഫെയ്ത്ത് ഹോമിലേക്ക് പോയപ്പോൾ ആദ്യത്തെ സഭായോഗത്തിൽ അവിടുത്തേതായ ഒരു വിശ്വാസി, നല്ല ജീവിതം ജീവിക്കുന്ന വിശ്വാസി അമ്മ ആത്മാവിലായിട്ട് പെട്ടെന്നും ഒരു പ്രവചനം പറഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ കൊണ്ടുവന്നു. ഇവിടെ നിന്നെ കൊണ്ടുവന്ന് വലിയ വേല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നുമില്ലാതെ, വരുമാനമില്ലാതെ സ്ഥലത്ത് 1.25 ഏക്കർ സ്ഥലം വാങ്ങി അതിൽ മനോഹരമായ ഫെയ്ത്തം പണിയിട്ടാണ് മാറിപ്പോയത്. ഇതിന്റെ അർത്ഥം അതിന്റെ വഴി കാണിച്ചു കൊടുത്തത് ആരറിയാമോ? ഈ വിശ്വാസി അമ്മയാണ് കാണിച്ചു കൊടുത്തത്. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു അനുഗ്രഹമായി ഇരിപ്പാനുള്ള ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. அதை പുതുക്കി തരുവാൻ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ട് മുട്ടുമടക്കിയിരിക്കാം. അല്പസമയം നീ ഉറങ്ങിപ്പോയത് കൊണ്ടാണോ നിന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം പോരാടുന്നത്? നീ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണോ നിന്റെ തലമുറയോട് സാത്താൻ പോരാടുന്നത്? അല്പസമയം നിന്റെ കൈ നിന്റെ കർത്താവിന് കൊടുക്കാമോ? പലപ്പോഴും നിന്നെ രോഗിയാക്കി കിടത്തിയത്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കി കളഞ്ഞത്, നീ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഭയപ്പെട്ടില്ലയോ ഒരു കാലത്ത്? ഇപ്പോൾ അഭിഷേകത്തെ തിരുമ്പ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കരങ്ങളൊന്ന് അടിച്ചാട്ടെ, സാത്താൻ ലജ്ജിച്ച് മാറട്ടെ. ഇന്ന് നീ അഭിഷേകത്തോട് വീട്ടിലേക്ക് പോകുമ്പോൾ സാത്താൻ തന്റെ ആയുധം വെച്ച് നിന്റെ കാലിൽ വീഴട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ഒരു മിനിറ്റ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വിദേശ രാജ്യത്തെ മിഷനറിമാരൊക്കെ കൂടി ഈ ഉറങ്ങുന്ന സഭയെ എങ്ങനെ ഉണർത്താം? അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് ചില ഭക്തന്മാർ പറഞ്ഞ ഒരു മറുപടിയാണ്, നമ്മുടെ മക്കൾ പാപത്തോട് എതിർക്കുവാൻ കഴിയാതെ അനുകൂലിച്ച് പോകുമ്പോൾ, സഭാവിശ്വാസികളോട് സാത്താൻ നേതൃത്വ വിശ്വാസം നഷ്ടപ്പെടുത്തുമ്പോൾ അവരെ ഉണർവുള്ളവരായി വച്ചാൽ സാത്താനോട് അവർ എതിർത്ത് നിൽക്കും. അപ്പൊ ഉണർവുള്ളവരായി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് ലഭിച്ച ഒരു മറുപടിയാണ്, അവരെ ഉണർത്താനുള്ള ശക്തരായ അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാർ വേണം. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ ഉണർന്നിരിക്കാൻ പറയുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി, ഞാൻ പറയട്ടെ, ഉണർന്നിട്ട് ഈ ആരാധനാലയം വിട്ട് പോയാൽ ഇത്രയും വർഷങ്ങൾ നിന്നെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരുന്ന സാത്താന്റെ ശക്തികൾ ആയുധം വെച്ച് കീഴടങ്ങും. ഇതാ നമ്മെ ഉണർത്തുവാൻ ഇന്ന് രാത്രിയിലും അഭിഷേകത്തിന്റെ അഗ്നിയോടെ യേശുവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസമുള്ള ദൈവമക്കൾ നിന്റെ കരത്തെ നീട്ടിക്കൊടുത്താട്ടെ. ഇതാ ചില ദൈവമക്കളുടെ ഹൃദയം ഉണർത്തപ്പെടുവാൻ ഒരു അഗ്നി നമ്മുടെ നടുവിൽ ഇറങ്ങട്ടെ. വായ് തുറന്നാട്ടെ, വായ് തുറന്നാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമ ഭക്തനായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരും പലപ്പോഴും കേട്ടതാണല്ലോ. ഒരിക്കലെ ഒരു സന്ദർഭത്തില് മൽക്കിസേദേക്ക്
ഈ അബ്രഹാമിനെ എതിരേറ്റു വന്ന് അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. ഇത് ബൈബിളിലെ ഇതുപോലത്തെ ഒരു സംഭവം വേറെ ഒരിടത്തുമില്ല. പരിശുദ്ധാത്മാവ് മനുഷ്യരൂപത്തിൽ വന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞത് ബൈബിളിലെ വേറെ ഒരു സ്ഥലത്തുമില്ല. എന്തുകൊണ്ട് ഈ അബ്രഹാമിനെ ഈ ദൈവം പരിശുദ്ധാത്മാവ് മനുഷ്യരൂപത്തിൽ ഒന്ന് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 14-ാം അധ്യായം നമ്മൾ ആരംഭം വായിക്കുമ്പോൾ അബ്രഹാം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴാണ് ഈ അബ്രഹാമിനെ ഈ മെൽക്കിസേദെക്ക് ഒന്ന് അനുഗ്രഹിച്ച് അപ്പവും വീഞ്ഞും കൊടുക്കുകയാണ്. ആ യുദ്ധത്തെക്കുറിച്ച് നമുക്കത് ചുരുക്കമായി ഞാൻ പറയട്ടെ. സൊദോമെ ഭരിച്ചിരുന്നത്, ഗൊമോറ ഭരിച്ചിരുന്നത് 5 രാജാക്കന്മാരാണ്. പക്ഷേ ഈ 5 രാജാക്കന്മാരെയും പുറജാതികളായ രാജാക്കന്മാർ 4 രാജാക്കന്മാർ വന്ന് ഇവരെ കീഴടക്കി സൊദോമിലുള്ള ജനങ്ങളെല്ലാം പിടിച്ചു കൊണ്ടുപോയി. പക്ഷേ ഈ 4 രാജാക്കന്മാരെയും അബ്രഹാം പോയി അവരെ കീഴ്പ്പെടുത്തി നഷ്ടമായതെല്ലാം മടക്കി കൊണ്ടുവന്നു. ഇപ്പോഴാണ് മെൽക്കിസേദെക്ക് വന്ന് അതേ അപ്പവും വീഞ്ഞും കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ഇത് ഈ 4 രാജാക്കളെ കുറിച്ച് ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് ബൈബിളിൽ ഒന്ന് പരിശോധിച്ചു. ആ അർത്ഥം മാത്രം ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് എഴുതിയെടുത്തുകൊള്ളണം. ഈ 4 രാജാക്കന്മാരും ഇന്ന് ഈ കാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരുടെ സഭയുടെ മനസ്സിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ദുർശക്തികളാണ്. ഇത് നമ്മൾ ജയിച്ച് കീഴടക്കിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അപ്പവും തരും, വീഞ്ഞും തരും, അനുഗ്രഹവും തരും. ഇല്ലാതെ പോയാൽ വായിലെ കുറച്ച് അന്യഭാഷ മാത്രമേ വരികയുള്ളൂ. ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് ജയാളികളായി നിർത്തണമെങ്കിൽ ഈ 4 ദുർശക്തികളെയും കീഴ്പ്പെടുത്തണം. അതിൽ 14-ന്റെ 1 വായിച്ചാട്ടെ. ശിനാർ രാജാവായ അമ്രാഫേൽ. ഒന്നായി വായിച്ചാട്ടെ. ഈ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അമ്രാഫേൽ. ഈ ആത്മാവിനെ കുറിച്ച് അതിന്റെ ആ പേര് പറയുന്നത് നാശത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാശം. ദൈവമക്കൾ ശ്രദ്ധിച്ചുകൊള്ളണം. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരിലെയും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നല്ലത്, സ്വർഗത്തിലേക്കുള്ള നല്ലത് ചിന്തിക്കാതെ 24 മണിനേരവും മൊബൈല് സിനിമ നാശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇത് ഏത് ആത്മാവ് അറിയാമോ? അമ്രഫേലിന്റെ ആത്മാവാണ്. ഇത് മനസ്സിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആർക്കും അറിയത്തില്ല. ഒരു പാപത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, ചാരായം കുടിക്കാൻ കൊണ്ടുപോകത്തില്ല. പക്ഷെ ഇത് മനസ്സിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ യുദ്ധം നമ്മൾ കണ്ട് ഗ്രഹിച്ചില്ലെങ്കിൽ സ്വർഗത്തിലേക്ക് തല ഉയർത്തുവാൻ നമ്മെ അനുവദിക്കാതെ ഭൂമിയിലുള്ള നാശത്തെ മാത്രം നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ദൈവമക്കൾ സഭായുഗത്തിന് കാത്തിരിപ്പൂട്ടത്ത് വന്നാൽ ആത്മാവിനറിയുവാൻ കഴിയാത്തതിന്റെ കാരണം ഇവിടെ മനസ്സിലെല്ലാം നിറഞ്ഞു കിടക്കുന്നത് നാശമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2ാമത് ഒരു രാജാവിനെ കുറിച്ച് പറയുന്നു, വായിച്ചാട്ടെ. എലാസാർ രാജാവായ അരിയോക്ക്. ഈ അരിയോക്ക് എന്ന് പറയുന്നതിന്റെ അതിന്റെ എബ്രയ പദം കൊടുത്തിരിക്കുന്നത് ബലമുള്ള സിംഹം എന്നാണ്. ബലമുള്ള സിംഹം. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ബലമുള്ള സിംഹം. സിംഹം എന്ന് പറയുന്നത് നന്മയ്ക്കുമുണ്ട്, അനുഗ്രഹത്തിനുമുണ്ട്, ദോഷത്തിനുമുണ്ട്. പക്ഷെ ഇത് ബലമുള്ള സിംഹം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആരംഭത്തിൽ നമ്മുടെ ഭഗവാനുടെ ജോസാൻ പറഞ്ഞതുപോലെ കൂടാരത്തിനകത്ത് ദൈവ തേജസ്സിൽ വസിക്കണമെന്ന് താല്പര്യമുണ്ട്. പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്നെ ആരോ പിടിച്ചടക്കുകയാണ്, ഈ ജീവിതം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, പാപത്തിലേക്ക് വീഴുകയാണ്, എനിക്ക് വിശുദ്ധ ജീവിതം ചെയ്യാൻ കഴിയുന്നില്ല, ജയജീവിതം എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഏതോ ഒരു ബലമുള്ള സിംഹം പിടിച്ചടക്കുകയാണ്. നമുക്കറിയാമല്ലോ, ശിംശോൻ അതിന്റെ ശേഷം വന്നില്ല, അതിന് മുൻപ് വന്നില്ല. മുന്തിരിത്തോട്ടത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാല്, മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന യേശു വർണ്ണിച്ചു പറയുകയാണ്, ഞാൻ അതേ കൊമ്പ്, ഞാൻ വള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, നിങ്ങളെല്ലാവരും കൊമ്പുകൾ. ഒരു പിതാവോടും പുത്രനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു ബാലസിംഹം അലറിയെടുക്കുകയാണ്. സന്തോഷ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിന്നെ ആക്രമിച്ച്, എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ എവിടെയായിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കുന്ന ചില ദുർശക്തികളുണ്ട്. അതിനെ അഭിഷേകത്താൽ ഇന്ന് രാത്രി ജയിച്ചാൽ നിന്നെ ഒരു അഭിഷേകത്താൽ നിറച്ചു വിടുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. 3ാമത് നമ്മൾ വായിച്ചാട്ടെ. ഏലാം രാജാവായ കെദർലായോമർ. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുൽ താളടിക്കെട്ടെന്നാണ്.
എന്ന് പറഞ്ഞാല് നമുക്ക് പുല്ലും താഴടിക്കട്ടെന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായ ചിന്തകളാണ്. എപ്പോ നോക്കിയാൽ നമ്മുടെ മനസ്സ് കർത്താവ് വരാൻ പോകുന്നു, ഇന്ന് രാത്രി എല്ലാം നമ്മൾ ഉണർന്നിവിടെ ഇരിപ്പുണ്ട്, നാളെ രാവിലെ ആയാൽ എല്ലായ്പ്പോഴും ഈ ലോകത്തിന്റെ ഭാരമാണ്. പുല്ലിനെ കുറിച്ച് ബൈബിൾ യശയാപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? മാംസമെല്ലാം പുല്ലുപോലെയും അതിന്റെ ഭംഗിയൊക്കെയും വയലിലെ പൂ പോലെയും. അപ്പൊ ഇതിനെക്കുറിച്ചാണ് 24 മണി നേരവും ചിന്ത. യേശു വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുപോയ ഒരു കെട്ടുകഥ പോലെ നമുക്ക് തോന്നിപ്പോകുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്, ഒരു ദുർശക്തിയുണ്ട്. ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. 4ാമത് നമ്മൾ വായിച്ചാട്ടെ, ജാതികളുടെ രാജാവായ തീദാൽ. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു ആത്മാവാ. ഇന്ന് ദൈവജനത്തെ എല്ലാം ദൈവസന്നിധിയിലെ വിശ്വാസത്തിൽ നിൽക്കുവാൻ അനുവദിക്കുകയില്ല, വിശ്വാസ പോർക്കളത്തിൽ പോരാടുവാൻ അനുവദിക്കുകയില്ല, രോഗശാന്തിയിൽ നിൽക്കുവാൻ അനുവദിക്കുകയില്ല. ഈ 4 ദുർശക്തികളെയും അബ്രഹാം കീഴ്പ്പെടുത്തി മടങ്ങി വന്നപ്പോൾ അതേ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ ബലപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ബലം കിട്ടിയപ്പോൾ അടുത്തത് അബ്രഹാം ഒരു വാക്ക് ചെയ്തു. സൊദോം രാജാവ് തന്റെ കയ്യിൽ ഇരുന്നതായ യുദ്ധത്തിൽ എടുത്തു കൊണ്ടുവന്ന പൊരുൾകളെല്ലാം അബ്രഹാമിന് എടുത്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നത്, അബ്രഹാമിനെ സൊദോം രാജാവ് ധനവാനാക്കിയെന്ന് വരാതിരിക്കേണ്ടതിന് നിന്റെ ചെരുപ്പിന്റെ വാര് പോലും വേണ്ട. അത്രയും ഹൃദയത്തിൽ ധൈര്യവും ഉറപ്പ് വരുന്നതിന്റെ കാരണം ഈ 4 ദുർശക്തികളെയും ജയിച്ചത് നിമിത്തമാണ്. അല്പസമയം മുഴങ്കാൽ മടക്കിയിരിക്കാമോ? ആരും ഇന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. ഞാൻ ഇത് കഴിഞ്ഞ 2 ദിവസമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ 4 ദുർശക്തികൾ എന്റെ മനസ്സിൽ തന്ന യുദ്ധം എനിക്ക് ഒരു ഭയങ്കര യുദ്ധമായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും യുദ്ധം എനിക്ക് നടന്നുകൊണ്ടേയിരുന്നു. സഹോദരന്മാർ അടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന നിനക്ക് അറിയത്തില്ല. ഇന്ന് പലരെയും മനസ്സ് കീഴടക്കി വെച്ചിരിക്കുന്ന ദുർശക്തികൾ വിട്ടുമാറുവാൻ ഈ മുഴങ്കാൽ മടക്കിയിരിക്കാമോ? എത്ര വിശുദ്ധന്മാർ ഉണർത്തിയാലും എത്ര പ്രസംഗം കേട്ടാലും വീണ്ടും ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നതിന്റെ കാരണം, പ്രിയ ദൈവവൈതലേ, നിന്നെ അഭിഷേകം ചെയ്തത് നിന്നെ സ്വർഗത്തിൽ തന്നോട് ഒപ്പം ഇരുത്തുവാൻ ദൈവം തന്റെ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ ആയുധം വെച്ച് കീഴടങ്ങട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മുഴങ്കാൽ മടക്കി എന്റെ ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാമോ? എന്റെ ദൈവമേ, ഈ ആത്മാവ് എന്റെ മനസ്സിലും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ തലമുറയോട് എത്ര പറഞ്ഞാലും അവർ എനിക്ക് അനുസരിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഒരു ഇരുട്ടിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് രാത്രി കീഴ്പ്പെടുത്തി തരുവാൻ ഒരു തനിയുടെ വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, പലരുടെയും നന്മകൾ ഈ ആത്മാവിന്റെ കൈവശത്തുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിവിടെ അടുത്തൊരു സഭയിൽ ഇരിക്കുമ്പോൾ ഒരു ബുധനാഴ്ച വൈകിട്ട് ഇതുപോലെ ഒരു നമ്മുടെ ഒരു സഹോദരന് കുടുംബത്തിലെ പോയിക്കൊണ്ടിരിക്കുന്ന പാതയെക്കുറിച്ച്, ഒരുപാട് കഷ്ടത്തിൽ പോകുന്നതെക്കുറിച്ച് എന്നോട് പറഞ്ഞ് 4 മണി സമയമാണ്. ഞാനത് കേട്ടിട്ട് പായിൽ അതുപോലെ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ ഞാൻ ഒരു ദർശനം കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. പകൽ സമയത്താ, നല്ല ഉറക്കമില്ല. സ്വപ്നത്തിൽ കാണുന്നത്, ഞാൻ ഒരു തോട്ടത്തിൽ നിൽക്കുകയാണ്. തോട്ടത്തിൽ ഒരു ചുവന്ന കൊല നല്ലതുപോലെ വിളഞ്ഞു നിൽപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, മൂർച്ചയുള്ള കത്തി. ഞാൻ കൊല വെട്ടാൻ നോക്കുമ്പോൾ ആ കൊലയുടെ ആ ചുവട്ടിൽ ഒരു ഭയങ്കര ഒരു പാമ്പ് നിൽപ്പുണ്ട്. ഞാൻ പേടിച്ചെനിക്കത് എങ്ങനെ വെട്ടും, എങ്ങനെ പെട്ടെന്നും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ പാമ്പ് കണ്ടില്ല. സമയം ഇതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കത്തി എടുത്ത് ഒറ്റ ഒരു വെട്ടുകൊടുത്തു. കൊല തെറിച്ച് എൻ്റെ കയ്യിൽ വരികയും ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ പാമ്പ് 2 തുണ്ടായിട്ട് വെട്ടേറ്റ് തറയിൽ കിടന്ന് പിടക്കിയാണ് കിടന്ന്. അപ്പം ഞാൻ എഴുന്നേറ്റിരുന്ന് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പം എനിക്ക് കർത്താവ് പറഞ്ഞു തന്നു, ഓരോ ആത്മീയ ഫലം കൊയ്യുമ്പോൾ ഓരോ സാത്താന് വെട്ടേറ്റ് വീഴും. ദൈവമക്കൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആത്മീയ ഫലം കൊയ്യാതിരിക്കുവോളം നമ്മുടെ നന്മകളെല്ലാം സാത്താന്റെ കയ്യിലായിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കത് ഏൽക്കുമായിരിക്കും. ഇതുവരെ എത്ര പോരാടി പ്രാർത്ഥിച്ചിട്ടും കുടുംബത്തിൽ ഉയരാൻ കഴിയുന്നില്ല, എത്ര നീ അധ്വാനിച്ചിട്ട് നിനക്ക് ഉയർച്ച വരുന്നില്ലെന്ന് ചിന്തിക്കുന്ന ദൈവവേദലേ, ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരു അഭിഷേകത്തിന്റെ വടിവാൾ കർത്താവ് തരുകയാണ്. നീ ആഞ്ഞു വെട്ടുമെങ്കിലേ ഇതുവരെയും സാത്താന്റെ കയ്യിൽ ഇരുന്നതായ ചില നന്മകളെ
ഇന്ന് രാത്രി നേടിയെടുക്കുവാൻ നമ്മുടെ കർത്താവ് ഒരു അഭിഷേകത്തിന്റെ വടിവാളുമായി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആഞ്ഞുവെട്ടുവീൻ, യോശുവയെ പോലെ ശത്രുവിനെ ആഞ്ഞുവെട്ടുവീൻ. ഇതാ വെട്ടേറ്റ് വീഴട്ടെ ശത്രു സൈന്യം. ഇന്ന് രാത്രി ജയം തരുവാൻ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. അടക്കി വെക്കരുത്, ആരും അഭിഷേകത്തെ അടക്കരുത്. ഇത് നിനക്ക് ജയത്തിന്റെ ദിവസമത്രേ. നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന സമയമാണ്. വെട്ടേറ്റ് വീഴട്ടെ, ആഞ്ഞു വെട്ടുവീൻ. അഭിഷേകം നമ്മുടെ കയ്യിലുണ്ട്. ചില രോഗത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇതാ വെട്ടേറ്റ് വീഴുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഈയിടയ്ക്ക് 2-3 മാസത്തിന് മുൻപ് ഞാൻ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിലേക്ക് പോകുകയാണ്. എന്റെ റൂമിൽ വ്യക്തമായിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. സ്ഫുടമായിട്ടാണ് തമിഴ് വാക്കിൽ പറയുന്നത്. എന്നോട് കൂടെ പറ്റിയിരിപ്പാൻ താല്പര്യപ്പെടുന്നവർ എല്ലാവരും ദുരാത്മ സൈന്യത്തെ തരണം ചെയ്തേ മതിയാവും. യേശുവിനോട് കൂടെ പറ്റിയിരിക്കണമെങ്കിൽ നീ ആഗ്രഹിച്ചാൽ, സ്വർഗത്തിൽ കർത്താവിന്റെ വരവിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ, ഈ ലോകത്തിൽ വീണുപോയ എല്ലാ ദുർസൈന്യ ശക്തികളും നിനക്ക് വിരോധമായി വരും. പക്ഷേ നാം അല്ല തോറ്റുപോകുന്നത്. ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ നമ്മിൽ ഇരിക്കുന്നവൻ വലിയവൻ. ഇന്ന് രാത്രി ജയത്തിന്റെ അഭിഷേകം ഇതാ നമ്മുടെ നടുവിൽ കർത്താവ് പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരും മൗനമായിരിക്കരുത്. ദുരാത്മ സൈന്യം വെട്ടേറ്റ് വീഴട്ടെ. ആമേൻ, 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 ആമേൻ. ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കളെ, നിനക്ക് ദൈവം തന്നിട്ടുള്ള അഭിഷേകം സകലത്തെയും തരണം ചെയ്യും. പിശാചിന്റെ കോട്ടകളെ തകർക്കും. നിന്നോട് എതിർക്കുന്ന ഏത് മന്ത്രവാദ കെട്ടുകളെയും തകർക്കും. അതിന്റെ അഭിഷേകമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്. ശ്രദ്ധിച്ചാട്ടെ, പുതിയ നിയമസഭയെ കർത്താവ് എടുക്കാൻ പോകുന്നതിന് മുൻപ് യോഹന്നാന് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്ന, ശ്രദ്ധിച്ചാട്ട്, നക്ഷത്രങ്ങളുള്ള 12 നക്ഷത്രങ്ങളെ കിരീടം വച്ചിരിക്കുന്ന സ്ത്രീ സൂര്യനെ ധരിച്ചുകൊണ്ട് ചന്ദ്രൻ നിൽക്കുകയാണ്. പക്ഷേ യോഹന്നാൻ കാണുന്നത് 7 തലയും 10 കൊമ്പുമുള്ള ഒരു സർപ്പം ഈ സ്ത്രീയെ നോക്കി നിൽപ്പുണ്ട്. സ്ത്രീയെ വേണ്ട, സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ഈ ആൺകുഞ്ഞിനെ മതി. ഇതിനർത്ഥം എല്ലാവർക്കും മനസ്സിലായോ? കർത്താവിന്റെ വരവില് പോകാൻ ചിന്തയില്ലാത്തവരും ബലഹീനപ്പെട്ട് കിടക്കുന്ന സ്ത്രീയെ പോലെ അവരെ ആരും വേണ്ട, സാത്താന് പോലും അവർക്ക് നോട്ടമില്ല. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു കൂട്ടം ജനമുണ്ട്. ജയിക്കണം, വിശുദ്ധരായി ജീവിക്കണം, സ്വഭാവം രൂപാന്തരപ്പെടണം. ദൈവമക്കളെ, നിങ്ങൾ ചില നാളുകളായി ചില പോരാട്ടങ്ങളെ നിങ്ങൾ അനുഭവിക്കുമായിരിക്കും. എന്താണ് എന്റെ കുടുംബത്തിൽ മാത്രം ഇത്ര പോരാട്ടം? ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇത്ര പോരാട്ടം? എന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇത്ര പോരാട്ടം? അതിന്റെ മർമ്മം ദൈവം മനസ്സിലാക്കി തരികയാണ്. നീ ജയാളിയായി പരിണമിക്കാൻ പോകുകയാണ്. അതിന്റെ അഭിഷേകം നിന്നിലുണ്ട്. ഇന്ന് രാത്രി ഒരു തീ നിന്റെ തലമേൽ ഇറങ്ങട്ടെ. സാത്താനെ തകർപ്പാനുള്ള ഒരു അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ട്. ആമേൻ, 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 ആമേൻ. ശ്രദ്ധിച്ചാട്ടെ, സത്യം തന്നെയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാവരും മുഴങ്കാലം മടക്കിയിരുന്നാട്ടെ. ഇപ്പോൾ നമ്മുടെ നടുവിൽ ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോകും. ചില നാളുകളായി നീ കണ്ടു കാണും. എന്തുകൊണ്ട് കർത്താവേ എനിക്ക് മാത്രം ഈ രോഗം, എനിക്ക് മാത്രം ഈ പോരാട്ടം, എനിക്ക് മാത്രം ഈ നഷ്ടം, എന്റെ കുടുംബത്തിൽ മാത്രം എത്ര യുദ്ധം? സഹോദരന്മാർ ശ്രദ്ധിച്ചു കാണും. ഞാൻ നല്ലതായിട്ടാണ് ജീവിക്കുന്നത്. അതിന്റെ മർമ്മം നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്താണ് അർത്ഥം? നീ സകലത്തെയും വാഴുവാൻ തക്കവണ്ണം ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. നിനക്ക് മാത്രമേ സാത്താനെ തകർപ്പാൻ അധികാരമുണ്ട്. അതുകൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യുകയാണോ? ഇത് അവസാനത്തെ യുദ്ധമത്രേ, ഇത് അന്ത്യകാലമത്രേ. എടുത്താട്ടെ, ആയുധം എടുത്താട്ടെ, ശത്രു സൈന്യം തകർന്നു വീഴട്ടെ. ദാനിയേലേ, ബാബിലോണിലായിട്ടും നിനക്ക് മാത്രം എത്രയോ പേര് അടിമത്വത്തിൽ കൊണ്ടുപോകപ്പെട്ടു. നിനക്ക് മാത്രം എന്താ പരിശോധന? ദാനിയേലേ, നീ എവിടെയോ ബാബിലോണിൽ ഗവർണറായി ഉയർന്നു വരുവാനുണ്ട്. യോസേഫേ, നിനക്ക് മാത്രം എന്താണ് ഈ യുദ്ധം? നീ അതേ മിസ്രൈമിൽ ഗവർണറായി ഉയർന്നു വരുവാനുണ്ട്. ദാവീദേ, നിനക്ക് എന്താണ് ഈ യുദ്ധം? നീ രാജാവായി ഉയർന്നു വരുവാനുണ്ട്. മോശയെ, നിനക്ക് എന്താണ് യുദ്ധം? ഇസ്രായേൽ ജനത്തെ നടത്തുവാനുണ്ട്. ഇതാ ഇതാ സർവശക്തന്റെ കരം നിന്റെ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്. ശത്രു നിന്നോട് പോരാടുന്നെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം, എനിക്കൊരു ഉയർച്ചയുണ്ട്. ശത്രു നമ്മൾ പോരാടുന്നെങ്കിൽ നിശ്ചയമായി എനിക്ക് ജയമുണ്ട്. നഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ നിശ്ചയമായി ജയമുണ്ട്.
പോരാട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നിശ്ചയമായി ദൈവമക്കളെ ഒരു ജയമുണ്ട്, ഉയർച്ചയുണ്ട്. നിശ്ചയമായി അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായും അവിടെ മേലെ ഒരു വലിയ ശക്തി പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തെ ജയം. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശത്തിൽ പരസ്യമായി കൂട്ടുകാഴ്ചയായവർ. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശത്തിൽ പരസ്യമായി കൂട്ടുകാഴ്ചയായവർ. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശത്തിൽ പരസ്യമായി കൂട്ടുകാഴ്ചയായവർ. ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ ക്രൂശത്തിൽ പരസ്യമായി കൂട്ടുകാഴ്ചയായവർ. ശത്രുവിൻ ശക്തികൾ ഏതുമില്ല, ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല. 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 ഈ സമയത്ത് നീ മൗനമായിരുന്നാൽ ശത്രു നിന്നെ ആക്രമിക്കും. ഭൂരിപക്ഷ ദൈവമക്കൾ ആത്മാഭിഷേകം നിറയുന്നു, ശുശ്രൂഷൻ ഉൾപ്പെടെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ചിലർ മൗനമായിരിക്കുന്നു. ശത്രു നിന്നെ ആക്രമിക്കാതിരിപ്പാൻ. നിന്നിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കാരണം നിന്നിൽ നിശ്ചയമായി ദൈവമക്കളെ ദൈവം പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. നിനക്ക് നിശ്ചയം പോരാട്ടമുണ്ടെങ്കിൽ അത് ജയമുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകട്ടെ. അഭിഷേകം ഉണ്ടെങ്കിൽ ജയമുണ്ട് ദൈവമക്കളെ. അഭിഷേകം ഉണ്ടെങ്കിൽ വിടുതലുണ്ട് ദൈവമക്കളെ. അഭിഷേകം ഉണ്ടെങ്കിൽ നിനക്ക് ഉയർച്ചയുണ്ട്. സൂര്യനെ വെല്ലുന്ന ഒരു വലിയ പ്രകാശം ഇവിടെ വിളകിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശം ആര് തട്ടുന്നുവോ നിശ്ചയമായി വിടുതൽ നൽകാൻ പോകുകയാണ്. ആ പ്രകാശം ആര് തട്ടുന്നുവോ സൗഖ്യം നൽകാൻ പോകുകയാണ്. അന്ധകാര ശക്തി വിട്ടു മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, ആ പ്രകാശം നിന്നിൽ തട്ടുമ്പോൾ നിന്നിലുള്ള ഏത് ബന്ധനം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി അഴിയുകയാണ്. ആ പ്രകാശത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ സകല ബന്ധനങ്ങളും, രോഗബന്ധനങ്ങളും, പാപത്തിന്റെ ബന്ധനങ്ങളും, ശാപത്തിന്റെ ബന്ധനങ്ങളും, മന്ത്രവാദ ബന്ധനങ്ങളും, ദുഷ്ടശക്തി, എല്ലാ ദുഷ്ടശക്തികളും ആ ദൈവമക്കളുടെ തേജസ്സിൽ ഇതാ നിന്നിൽ നിന്ന് അകറ്റപ്പെടാൻ പോകുകയാണ്. നിന്നെ മുഴുവനുമായി തേജസ്സിനാൽ നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. തേജസ്സിന്റെ ശക്തിയാൽ നിറയുവീൻ. ജയമെടുത്തിടും യേശുവിൻ പേർക്കായി ജീവനെ പകച്ചുകൾ